കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ ഹോസ്റ്റലിൽ നടന്ന കഞ്ചാവ് വേട്ട ഇപ്പോൾ ബംഗാൾ വരെ എത്തിയിരിക്കുകയാണ് അന്വേഷണം. ഇനി ഇത് എങ്ങോട്ടേക്കൊക്കെ പോകും? അല്ല, നമ്മളും ബംഗാളും തമ്മിൽ ഒരുപാട് സാദൃശ്യമുണ്ട്, അതറിയാമല്ലോ. അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് സംസ്ഥാനമാണ് ആയിരുന്നു ത്രിപുര. പിന്നെ നമ്മൾ ഇന്ത്യയിൽ ഈ മൂന്നിടങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പച്ചത്തുരുത്തായിട്ട് നിൽക്കുന്ന ഇടം. അല്ലാതെ തന്നെ ബംഗാളും കേരളവും തമ്മിലൊരു സാദൃശ്യമുണ്ട്, പണ്ടേ പറയാറുണ്ട്. ബംഗാളെന്ന് പറയുന്നത് ഒരു സാഹിത്യത്തിൻ്റെ ഒരു വലിയ ഇടമൊക്കെയാണ്. പിന്നെ ലോകത്ത് സിനിമയ്ക്ക് ഇന്ത്യൻ സിനിമയുടെ ഒരു അഡ്രസ്സ് തന്നെ വരുന്നത് പിന്നെ സത്യജിത് റേയിലൂടെയാണ്. അത് ബംഗാളിൽ നിന്നാണ്. പിന്നെ രവീന്ദ്രനാഥ ടാഗോർ, രവീന്ദ്ര സംഗീതം, ഇതൊക്കെയുണ്ട്. കാലം മാറിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കേരളത്തിലെ സ്ഥിതിയും മാറി. ഇപ്പോൾ കഞ്ചാവിൻ്റെ ഉത്ഭവം തേടിപ്പോയപ്പോൾ ബംഗാളാണ്. ഇപ്പോൾ ഇവിടെ അത് കൊണ്ടെത്തിച്ചിരിക്കുന്നതും ബംഗാളിൽ നിന്നാണ്. ഇവിടെ ഇപ്പോൾ നിരന്തരമായി കഞ്ചാവ് വേട്ട നടന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാ തരത്തിലുള്ള ലഹരി വസ്തുക്കളും. അപ്പോൾ ഇക്കാര്യത്തിലും നമ്മളും ബംഗാളും തമ്മിൽ സാദൃശ്യം ഉണ്ട് എന്നുള്ളതാണ്. ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം തീർന്നു, അവിടെ നാമാവശേഷമായി എന്നുള്ളതാണ്. അതും കഴിഞ്ഞിട്ടാണ് ഇവിടെ കേരളത്തിലും അത് നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്നു. ഈ കഞ്ചാവ് വേട്ടയൊക്കെ നടത്തി പിടികൂടിയിരിക്കുന്നത് മുഴുവൻ SFIക്കാരെയും അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ CPMകാരും ഒക്കെ തന്നെ പലതരത്തിലുള്ള ലഹരിക്ക് കേസുകളിലൊക്കെ തന്നെ പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം CPMകാരുടെയും SFIക്കാരുടെയും കൈകളിലൂടെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും CPMനും അന്ത്യം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. എവിടെ കലാലയങ്ങളിൽ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ പിടികൂടിയാലും ഇതിൻ്റെ പിന്നിൽ SFI ഉണ്ടെന്നുള്ളത് തെളിഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇവരിവിടെ നാമാവശേഷമാകാൻ പോവുകയാണ്. പിന്നെ നമ്മളിവിടെ അതിഥി തൊഴിലാളികൾ എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് ലാളിച്ച് നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. ഇവരെ ഇവിടെ വേണ്ട തരത്തിൽ സൽക്കരിച്ചിരുത്തി ഇപ്പോൾ അവർ മലയാളവും പഠിക്കുന്നുണ്ട്. അതെ, സാർ പറഞ്ഞതുപോലെ ശരിയാണ്. സർക്കാർ ഭയങ്കരമായിട്ടാണ് ബംഗാളികൾക്ക് ഇവിടെ കൊടുക്കുന്ന സ്വീകാര്യത. മലയാളം അവർ പഠിച്ചെടുത്തു. അത് നമ്മളെ ഇപ്പം നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കുമ്പം നമ്മളും ഹിന്ദി അങ്ങ് പഠിച്ചു പോകും. അതുപോലെ ഇവരിവിടെ വന്ന് മലയാളം പഠിച്ചു, നമ്മളോടൊപ്പം ജീവിച്ച് പഠിച്ചു. പക്ഷേ അത് കൂടാതെ സർക്കാരും ഇത് പഠിപ്പിക്കുന്നുണ്ട് ഇവർക്ക് മലയാളം. ഔദ്യോഗികമായിട്ട് മലയാളം മിഷൻ, സർക്കാരിൻ്റെ ഒരു വകുപ്പാണ് മലയാളം മിഷൻ. അവരുടെ സഹായത്തോടുകൂടി പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ ഉള്ളത് കേരളത്തിൽ എവിടെയാണ്? പെരുമ്പാവൂരാണ്. സാർ വീടുകൾ വരെ വാങ്ങിക്കുന്നുണ്ട്, വീട് വാങ്ങി സെറ്റിലായി കഴിഞ്ഞു. നമ്മൾ സാധാരണ പിന്നെ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോഴേ ഇപ്പം ഗൂഗിൾ സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ വണ്ടി നിർത്തി വഴി ചോദിക്കുക ഒക്കെ കുറവായിരിക്കാം. എന്നാലും നമ്മളൊരിടത്ത് ചെന്നിട്ട് ഒക്കെ വണ്ടി നിർത്തി വഴിയൊക്കെ ചോദിക്കുമല്ലോ. ഇപ്പം പെരുമ്പാവൂർ സൈഡിലൊക്കെ പോയി വണ്ടി നിർത്തി വഴി ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ ഇന്നാരുടെ വീട് എവിടെയാണെന്നൊക്കെ ചോദിക്കാൻ പോകാൻ ഈ ബംഗാളികളെ ഉള്ളൂ. അവർ ചിലപ്പോൾ പറഞ്ഞു തരും, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ ആയിത്തീർന്നിരിക്കുന്ന ഈ പെരുമ്പാവൂരുകാരൊക്കെ തന്നെ നാട് വിട്ടു. ഞാൻ ഒരിക്കലും ഇത് ഒരു ചാനലിന് വേണ്ടി അവിടെ ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോയതാണ്. ഒരു വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ലഹരി കച്ചവടം, ഇത്തരത്തിലുള്ള കച്ചവടം വ്യാപകമാണ് എന്നുള്ളതിനെക്കുറിച്ച് അവിടെ നിന്നുകൊണ്ടൊരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പോയതാണ്, അവിടുത്തെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി. അത് അന്ന് വളരെ ശക്തമായിരുന്നു എന്നുള്ളതാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ളവർ മലയാളികൾ ആരും തന്നെ അവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ പെരുമ്പാവൂരുകാർ അവിടെ വിറ്റുപോകുന്നു എന്നുള്ളതാണ്. പെരുമ്പാവൂരെന്ന് പറഞ്ഞാൽ ഈ വലിയ കേരളത്തിലെ അറിയപ്പെടുന്ന ചില നേതാക്കന്മാരുടെയും എഴുത്തുകാരുടെയൊക്കെ ഇടം കൂടിയാണ്. കേരളത്തിൻ്റെ പഴയ മുഖ്യമന്ത്രി CPIയുടെ PK വാസുദേവൻ നായരുടെ പിന്നെ ഇടമാണ്, സ്ഥലമാണ്. നമ്മുടെ P ഗോവിന്ദപിള്ള, CPMൻ്റെ സൈദ്ധാന്തിക ആചാര്യൻ, പിന്നെ അതുപോലെ MP നാരായണപിള്ള എന്ന് പറയുന്ന മഹാനായ എഴുത്തുകാരൻ്റെ ഇടമൊക്കെയാണ് പെരുമ്പാവൂർ. അങ്ങനെയുള്ള നാടൊക്കെ ഇങ്ങനെയായി പോയല്ലോ എന്ന് നമുക്ക് ഇപ്പോൾ ചോദിക്കാൻ കഴിയുന്നുണ്ട്. ഇതെന്താണെന്നറിയാമോ? ഇങ്ങനെയുള്ള ബംഗാളികളെ ഈ നാട്ടുകാർ അവിടെ നിന്ന് അകന്നു പോവുകയൊക്കെ ചെയ്യുമ്പോൾ
ഇവർക്കവിടെ പലതരത്തിലുള്ള മോശപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരിടമായിട്ട് കൂടി മാറും. ഒപ്പം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഇടമുണ്ടാക്കും എന്നുള്ളതാണ്. പെരുമ്പാവൂരും കളമശ്ശേരിയും ഒക്കെ അടുത്തടുത്തല്ലേ? പെരുമ്പാവൂര്, ആലുവ, കളമശ്ശേരി. ഈ കളമശ്ശേരിയിൽ നിന്നല്ല ഈ സംഭവം പോളിടെക്നിക്കിൽ നിന്നാണ്. അതിൻ്റെ ഉത്ഭവം തേടി പോയപ്പോഴാണ് ബംഗാൾ ബന്ധം പറഞ്ഞിരിക്കുന്നത്. ബംഗാളുമായിട്ട് നമുക്ക് ബന്ധമുള്ളത് കൊണ്ട് തന്നെ ആ തരത്തിൽ കാര്യങ്ങൾ അങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ വളരെ സേഫായിട്ടുള്ള ഇടമാണ്. ഇപ്പോൾ തന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാരെയും പ്രവർത്തകരുടെയും ഒളിത്താവളമായിട്ട് കേരളം മാറി എന്നുള്ളതാണ്. എന്തുകൊണ്ട് മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടം സുരക്ഷിതമാണ്. ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്ക് പലതരത്തിലുള്ള പരിശീലനത്തിൽ ഏർപ്പെടാം. ഈ പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവരാനും കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ ഉണ്ടായ SDPIയുടെ അഖിലേന്ത്യാ നേതാവ് എന്ന് പറയുന്നത് മലയാളിയാണ്. അപ്പോൾ നോക്കണം, പോപ്പുലർ ഫ്രണ്ടിൻ്റെ വൻ നേതാക്കന്മാരെ, പ്രധാനികളെല്ലാം തന്നെ മലയാളികളാണ്. ഇപ്പോൾ കൽത്തുറുങ്കിൽ കിടക്കുകയാണ്. അപ്പോൾ ഇവർക്കിവിടം ഒരു വളരെ സുരക്ഷിതമായ ഇടമായിട്ട് കണ്ടു എന്നുള്ളതാണ്. വർഷങ്ങൾക്ക് മുമ്പ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് പറഞ്ഞത് കാര്യമാണ്. 2047 നമ്മുടെ രാജ്യം ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുകയാണ്. കേരളം അതിനുള്ള ഒരു പ്രധാന താവളമാക്കി ഇവർ മാറ്റുന്നു എന്ന്. അന്ന് VS അച്യുതാനന്ദൻ ഇതൊക്കെ പറഞ്ഞപ്പോൾ പലരും അതിനെ നിസാരമായിട്ട് തള്ളിക്കളഞ്ഞു. ഇപ്പം വ്യക്തമല്ലേ? ഇത് തന്നെയല്ലേ വേറൊരു തരത്തിൽ PC ജോർജും പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ തന്നെ ബംഗാളികൾ താമസിക്കുന്ന ഇടങ്ങളിലേക്ക് പശ്ചിമ ബംഗാളിലെ ബംഗ്ലാദേശിൽ നിന്ന് പലരും ഇങ്ങോട്ടേക്ക് കുടിയേറുന്നുണ്ട്. അവിടെ നിന്ന് തന്നെ അവർ കേരളത്തിലേക്കും വരുന്നുണ്ട്. ഈ ബംഗ്ലാദേശിലുള്ളവരെയും ബംഗാളികളും കണ്ടാൽ ഏതാണ്ടൊക്കെ ഒരുപോലെ ഇരിക്കും. ഇവിടെ വന്ന ഈ ബംഗ്ലാദേശിൽ ആരൊക്കെ തന്നെ ഇതിനിടെ പാർപ്പുറപ്പിച്ചാൽ ആരും അറിയത്തില്ല എന്നുള്ളതാണ്. ഈ പെരുമ്പാവൂര് ഇപ്പം നമ്മൾ ട്രെയിനിൽ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന ട്രെയിൻ ഉണ്ടല്ലോ, ചില ട്രെയിനിലൊക്കെ നമുക്ക് കാലുകുത്താൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ആലുവയിലൊക്കെ അങ്ങോട്ട് ചെന്ന് ഇറങ്ങുമ്പോൾ ആ ട്രെയിനിൽ നിന്ന് വന്ന് ഇറങ്ങുകയാണ് ഈ നമ്മൾ ഈ എതിരേറ്റ് കൊണ്ടുവന്ന് റെഡ് കാർപ്പറ്റ് വിരിച്ച് കൊണ്ടുപോകുന്നില്ലേ അതിഥി തൊഴിലാളികൾ. അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്ന ആ ട്രെയിനുകളിലും ഇതാണ് സ്ഥിതി എന്നുള്ളത്. അപ്പോൾ ഇവരുടെ ഇടയിൽ കൂടെ തീവ്രവാദ പ്രവർത്തനം ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് പല തീവ്രവാദികളും മനസ്സിലാക്കുകയും അങ്ങനെ പെരുമ്പാവൂർ പോലുള്ള ഇടങ്ങളിൽ അതിശക്തമായിട്ടുള്ള തീവ്രവാദ പ്രവർത്തനം നടക്കുകയും ചെയ്യുന്നുണ്ട്. പെരുമ്പാവൂർ, ആലുവ, സമീപ പ്രദേശങ്ങൾ, കാലടി, ഇവിടങ്ങളിലൊക്കെ ഇതിന് പറ്റിയ താവളമായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. കേരളത്തിൻ്റെ ഒരു സെൻട്രൽ കൂടാണല്ലോ, അങ്ങോട്ട് വേണേലും ഇങ്ങോട്ടും ഒരേ ദൂരത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പോലും കഴിയുന്നു എന്നുള്ളതാണ്. സർ, ഇപ്പോൾ പോലീസ് വളരെ ഊർജ്ജസ്വലമായിട്ടാണ് കേസ് അന്വേഷിക്കുന്നത് നിലവിൽ വരെ. ഇനി ഒരു ബംഗാൾ ബന്ധവും കൂടെ കണ്ടുപിടിച്ചതോടെ കേസ് അവസാനിപ്പിക്കുമോ അതോ മുമ്പോട്ട് തന്നെ പോകും? ഈ കേസ് അവസാനിപ്പിക്കുമെന്ന് വെച്ചാൽ ഈ അന്വേഷണം ഇതിപ്പോൾ നമ്മൾ നോക്കിക്കോ, ഇപ്പോൾ പത്രങ്ങളിലെല്ലാം വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത് ഈ ലഹരി വേട്ടയെക്കുറിച്ച്. അതെ അതെ. ഇത് ഈ കോളേജുകളിൽ മാത്രമല്ല, താഴെ സ്കൂൾ ക്ലാസ് ലെവലിൽ പോലും നിൽക്കുകയാണ്. രക്ഷിതാക്കൾ നെട്ടോട്ടമാണ്. അവരൊക്കെ ഇന്നിപ്പം വാർത്തകളിലെല്ലാം നിറയുന്നത് പോലീസ് എല്ലാ കോളേജുകളിലും ഒരു ഉത്തരവില്ലാണ്ട് തന്നെ ഏത് കോളേജിലും ഏത് സമയത്തും ചെന്ന് കയറി പരിശോധന നടത്താനുള്ള ഇത് അവർക്കുണ്ട്, ഏത് കോളേജിലും കയറാനുള്ള. പക്ഷേ ഇത് ഇത്രയും രീതിയിൽ ഇത്തരത്തിൽ ഊർജ്ജസ്വലമായിട്ട് പോലീസ് നിൽക്കുകയാണെങ്കിൽ, ഒപ്പം ഭരണാധികാരികൾ നിൽക്കുകയാണെങ്കിൽ ഒരുവിധം നമുക്ക് ഈ ഒരു ഡ്രഗ്സിൽ നിന്നും, ഡ്രഗ്സ് മാഫിയയിൽ നിന്നും നമ്മുടെ കേരളത്തെ രക്ഷിക്കാൻ പറ്റും, യുവതലമുറയെ രക്ഷിക്കാൻ പറ്റും. പക്ഷേ ഇതിന് ഇത്തരത്തിലുള്ള ചില സാർ പറഞ്ഞതുപോലുള്ള ബന്ധങ്ങളും അല്ലെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയം കൂടെ ഇടകലർന്നാൽ ഇതിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഇതേപോലെ ഇതേ ഫോഴ്സിൽ തുടർന്നു പോയാൽ നമ്മളെ ഒരുവിധം ഈ ഒരു ഡ്രഗ് മാഫിയയിൽ നിന്ന് നമ്മുടെ കേരളത്തെ യുവതലമുറയെ രക്ഷിക്കാൻ പറ്റും. പക്ഷേ രാഷ്ട്രീയം ഇതിൽ കയറിയാൽ അല്ലെങ്കിൽ ഭരണകർത്താക്കൾ ഇതിനെതിരായിട്ട് നിന്നാൽ ഇത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതിനകത്ത് രാഷ്ട്രീയം കലർത്താതെ അത് എല്ലാ മുന്നണികളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഇതിനെ ഒറ്റക്കെട്ടായി നേരിട്ടേ പറ്റത്തുള്ളൂ. നമ്മുടെ നാടിന് ഒരു പൊതുശത്രുവാണിത്. ആ പൊതുശത്രുവിനെ തുരത്താൻ എപ്പോഴും
ഇന്റേണലായിട്ട് നിൽക്കുന്ന ആശയപരമായിട്ട് വിവിധ തട്ടിൽ നിൽക്കുന്നവരെ ഒന്നിച്ച് ഈ പൊതുശത്രുവിനെ നേരിടണം. ഇപ്പൊ SFI പാർട്ടി പ്രവർത്തകരെ പിടിച്ചിട്ടുണ്ട്. അതെ. അപ്പം തീർച്ചയായിട്ടും അതിനൊരു തടങ്കൽ ഉടനെ എന്ത് ചെയ്യും? അവിടെ രാഷ്ട്രീയം ഇടപെടും, ഭരണക്കാര് ഇടപെടും, പോലീസുകാർക്ക് ഇതിന് വഴങ്ങേണ്ടി വരും. ഇതാണ് മുൻകാലങ്ങളിലും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഈ പോലീസ് സേനയിൽ നിന്ന് നിരവധി SIമാരും അതിന് മുകളിലോട്ടുള്ളവരും ഒക്കെ ഈ VRS എടുത്ത് പോകുന്നു എന്നെനിക്ക് ഈയിടെ അറിയാൻ കഴിഞ്ഞു. മറ്റൊന്നുമല്ല, ഈ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിമാരുടെ ഫോഴ്സ് ഇവർക്കുണ്ടാകുന്നു എന്നുള്ളതാണ്. വല്ലാത്ത ജോലിയിൽ സമ്മർദ്ദം നേരിടുന്നു, സ്വതന്ത്രമായി ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കേസുകളിൽ, ചെറിയ ചെറിയ കേസുകളൊക്കെ ആണെങ്കിൽ അവരെ പാർട്ടി രക്ഷിച്ചു കൊണ്ടുപോകുമെന്ന് പറയാം. ഇത്തരത്തിലുള്ള, അപ്പോൾ ഇത് വീണ്ടും ഇവർക്ക് അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ഉള്ളവർക്കും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിവിടെ വ്യാപകമാകും തോറും ഇതിനിടയിൽ കൂടെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്താനുള്ള ഇടമായിട്ട് കേരളം മാറുന്നു. പ്രത്യേകിച്ച് പെരുമ്പാവൂർ പോലുള്ള, ആലുവ, കളമശ്ശേരി പോലുള്ള പ്രദേശങ്ങളും. ഇവിടെ കേന്ദ്രം ഒരുപക്ഷെ നേരിട്ടിറങ്ങാൻ തന്നെയുള്ള സാധ്യതയാണ് കാണുന്നത്.